എല്ലാവർക്കും AJ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള PLC, VFD, HMI, അതുപോലെ കൺട്രോൾ വയറിംഗ് ഇതൊക്കെ എങ്ങനെ വയറിംഗ് ചെയ്യാം, അതുപോലെ പ്രോഗ്രാം ചെയ്യാം. അതുപോലെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡെൽറ്റ VFD പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡെൽറ്റ VFD എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് അതുപോലെ വയറിംഗ്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ്, ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് സെലക്ടർ സ്വിച്ച്, അതുപോലെ പുഷ് ബട്ടൺ, അതുപോലെ ഇതൊക്കെ എങ്ങനെ വയറിംഗ് ചെയ്യാം, അതുപോലെ പ്രോഗ്രാം ചെയ്യാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അത് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഡെൽറ്റ VFD പ്രോഗ്രാം ചെയ്തതിനു ശേഷം നമ്മൾ ഒരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു മെഷീനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വയറിംഗും പ്രോഗ്രാമിംഗ് എല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് റൺ ആയതിനു ശേഷം ഒരുപാട് ഫോൾട്ട് കോഡുകൾ ജനറേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ നമ്മൾ VFD യൂസ് ചെയ്യാറുണ്ട്, മോട്ടറൊക്കെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ VFD സെലക്ട് ചെയ്യുന്നതും അതുപോലെ അതിന്റെ മോട്ടറിന്റെ ഒക്കെ നെയിം പ്ലേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അതുപോലെ ആംബിയർ എത്രയാണ്, അതുപോലെ ലോഡ് എത്രയാണ്, കിലോ വാട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഡേറ്റാസ്, അതായത് പാരാമീറ്റേഴ്സ് പ്രോഗ്രാം എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡ്രൈവ് ട്രിപ്പ് ആവത്തുള്ളൂ. അതുപോലെ എന്തൊക്കെ ഫോൾട്ട് കോഡുകളാണ് നമ്മുടെ VFDയിൽ വരുന്നത്? ഒരുപാട് 100ൽ കൂടുതൽ ഫോൾട്ട് കോഡുകൾ നമ്മുടെ ഡ്രൈവ് ഡിറ്റക്ട് ചെയ്യും. നിങ്ങൾ ഇതിന്റെ യൂസർ മാനുവൽ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫോൾട്ട് കോഡിന്റെ ഒരു ലിസ്റ്റുകൾ കാണാൻ പറ്റും. നോർമലി നമ്മൾ ചെറിയൊരു VFD ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ മെഷീനിൽ കണക്ട് ചെയ്തതിനു ശേഷം വരാവുന്ന ഫോൾട്ട് കോഡുകളാണ് നമ്മുടെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ഫോൾട്ട് കോഡുകൾ നമുക്ക് നോക്കിയാലോ? അതുപോലെ മെഷീൻ റൺ ആയതിനു ശേഷം നമുക്കൊരു ഡിജിറ്റൽ കീപാഡ് കാണാൻ പറ്റും. ഈ കീപാഡിന് അവിടെ റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് സ്റ്റോപ്പിൽ തന്നെയാണ് റീസെറ്റ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ്, അലാറംസ്, ഫോൾട്ട് കോഡുകൾ നമ്മുടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ എഴുതി കാണിക്കും. ആ സമയത്ത് നമുക്ക് റീസെറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൈന്യൂട്ട് മിസ്റ്റേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫോൾട്ടുകൾ ആണെന്നുണ്ടെങ്കിൽ റീസെറ്റ് ആയിട്ട് പോകും. അപ്പൊ എഗെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ വന്നിരിക്കുന്ന ഫോൾട്ട് കോഡ് എന്താണെന്ന് ആദ്യമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ കാറ്റലോഗ് നോക്കിയതിനു ശേഷം ഈ ഒരു ഫോൾട്ട് എന്തിനാണോ ഉള്ളതാണ്, അത് എന്ത് റീസൺ കാരണമാണ് ഫോൾട്ട് കോഡ് വന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഫിസിക്കലായിട്ടായിരിക്കും നമുക്ക് കൂടുതലും ചെക്ക് ചെയ്യേണ്ടി വരിക. കാരണം നമ്മളൊരു മോട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോട്ടർ ലോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ പല ഫോൾട്ടുകളും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ഫോൾട്ട് നോക്കിയാലോ? ആദ്യത്തെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് OCA എന്നാണ്. OCA എന്ന് പറഞ്ഞാൽ ഓവർ കറന്റ് ഡ്യൂറിങ് ആക്സലറേഷൻ. ഞാൻ ആക്സലറേഷന്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈം ഒരു ആക്സിലറേഷൻ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ലോഡിനൊക്കെ അനുസരിച്ചിട്ട് ഈക്വലന്റ് ആയിട്ടുള്ള ആ ഒരു റൺ ആവാനുള്ള ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ആക്സിലറേഷൻ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഹെവി ലോഡാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ ആക്സിലറേഷൻ ടൈം കുറച്ചാ വെച്ചിരിക്കുന്നെങ്കിൽ ഈ ഒരു ഫോൾട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റലോഗ് നോക്കുക, അതിനുശേഷം ഐഡന്റിഫൈ ചെയ്യുക എന്താണ് പ്രോബ്ലം, അതിനുശേഷം റീസെറ്റ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ OCD ആണ്, അതായത് ഓവർ കറന്റ് ഡ്യൂറിങ് ഡീസലറേഷൻ. അതുപോലെ ആക്സലറേഷൻ പോലെ തന്നെ ഡീസലറേഷൻ ടൈമിംഗ് സെറ്റിംഗ് ഉണ്ട്, അതായത് സ്റ്റോപ്പ് ആവേണ്ട ആ ഒരു ടൈമിങ്. ഹെവി ലോഡാണ്, നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോൾട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ചില മോട്ടറിലൊക്കെ നമ്മൾ ബ്രേക്ക് കണക്ട് ചെയ്യാറുണ്ട്, അതായത് ഇതിന്റെ പുറകിലായിട്ട് ഷാഫ്റ്റിൽ നമ്മൾ മെക്കാനിക്കൽ ബ്രേക്ക് കണക്ട് ചെയ്യും. അപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം നമ്മൾ സ്റ്റോപ്പ് ആവുന്ന ആ ഒരു ടൈമിന് മുന്നായിട്ട് നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സഡൻലി സ്റ്റോപ്പ് ആവും. ആ സമയത്തും നമ്മുടെ OCD, അതായത് ഓവർ കറന്റ് ഡ്യൂറിങ് ഡീസലറേഷൻ എന്നുള്ളൊരു ഫോൾട്ട് കോഡ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ റീസെറ്റ് കൊടുക്കാനായിട്ട്. അതുപോലെ മൂന്നാമത്തെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ GFF, അതായത് ഗ്രൗണ്ട് ഫോൾട്ട്. അതായത് നമ്മൾ മോട്ടറും അതുപോലെ VFD നമ്മൾ ഷുവർ ആയിട്ടും നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം, അതായത് നമ്മൾ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്രൈവിന് എന്തെങ്കിലും എറർ ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഗ്രൗണ്ട് എർത്ത് ലീക്കേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ഡിറ്റക്ട് ചെയ്യും. അതുപോലെ മോട്ടറിന്റെ ഇൻസുലേഷൻ, അതുപോലെ ഡാമേജ്, വയറൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ബോഡി ആയിട്ട് ഷോർട്ട് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ മൈന്യൂട്ട് എർത്ത് ലീക്കേജ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫോൾട്ട് എന്നുള്ള മെസ്സേജ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ അത് എക്സാക്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം റീസെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അടുത്തൊരു ഫോൾട്ട് കോഡാണ് ORP. ORP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ലോസ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വോൾട്ടേജ് ഏതെങ്കിലും ഒരു ഫേസ് ലോസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് വോൾട്ടേജ് ലോസ് വന്നിട്ടുണ്ടോ, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഫോൾട്ട് കോഡാണ് ORP. അതുപോലെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ പാരാമീറ്റേഴ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മുടെ ഡ്രൈവ് കറക്റ്റ് ആയിട്ട് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ അടുത്ത ഒരു എറർ OH1, ഓവർ ഹീറ്റിംഗ്, IGBT ഓവർ ഹീറ്റിംഗ്. അതായത് നമുക്ക് ഇവിടെ ഒരു IGBT നമ്മുടെ VFDക്കകത്തുണ്ട്, അതുപോലെ നമ്മളൊരു ഹീറ്റ് സിങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ IGBTയുടെ ഹീറ്റ് നമ്മുടെ ഡ്രൈവ് ഡിറ്റക്ട് ചെയ്യും. നോർമലി ഡീഫോൾട്ട് ആയിട്ട് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടാവും,
നിങ്ങൾക്ക് ആ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അപ്പൊ ആ ടെമ്പറേച്ചറിന് മുകളിൽ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവ് ട്രിപ്പ് ആവും. അതായത് നമ്മുടെ കാർഡും IGBTനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡ്രൈവ് ട്രിപ്പ് ആവുന്നത്. അപ്പൊ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ, ഡ്രൈവ് വെച്ചിരിക്കുന്ന ആ ഒരു ആംബിയൻ ടെമ്പറേച്ചർ അതായത് കൂടുതലാണെങ്കിൽ നമ്മുടെ ഡ്രൈവ് പെട്ടെന്ന് ഹീറ്റ് ആവും. അതുപോലെ മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന ഡ്രൈവ് ഒരു എൻക്ലോഷറിന്റെ അകത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഓവർ ഹീറ്റ് ആവും. അതുപോലെ എയർ ഫ്ലോ ഇല്ല, ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ ഒരു ഫോൾട്ട് വരുന്നത്. അതുപോലെ VFDയിൽ ഡീഫോൾട്ട് ആയിട്ട് തന്നെ ഇന്റേണലി ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്, അതായത് കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവിന്റെ കപ്പാസിറ്റിക്കും കിലോ വാട്ട്സ് ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് 1ഉം 2ഉം ഫാനുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സൈസ് വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഈ മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവിന് മുകളിലായിട്ട് എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് നാളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു എയർ ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കത്തില്ല, ഫാൻ ഓടുന്നുണ്ടായിരിക്കും. ആ ഒരു റീസൺ കാരണവും നമ്മുടെ OH1 അതായത് IGBT ഓവർ ഹീറ്റ് എന്ന് കാണിക്കും. അപ്പൊ പ്രോപ്പറായിട്ട് ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഡ്രൈവ് പ്രോപ്പറായിട്ട്, അതായത് പ്രോപ്പറായിട്ടുള്ള എയർ വെന്റിലേഷൻ, അതായത് ആംബിയന്റ് ടെമ്പറേച്ചർ ഓക്കെ ആണോ ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഡ്രൈവ് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ അടുത്ത ഒരു ഫോൾട്ട് ആണ് OL എന്ന് ഇവിടെ എഴുതി കാണിക്കും. OL എന്ന് എഴുതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് ഓവർലോഡ്, ഹെവി ലോഡ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആക്സലറേഷൻ ഡീസലറേഷൻ ടൈമിങ്ങും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഓവർലോഡിൽ അഫക്ട് ചെയ്യും. അതുപോലെ നമ്മൾ കണക്ട് ചെയ്യും മോട്ടറിന്റെ ബിയറിംഗ് ഡാമേജ് അല്ലെ സ്റ്റക്ക് ആവാനുള്ള സാധ്യതകൾ. നമ്മൾ ആദ്യമേ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, മോട്ടറും അതുപോലെ കൊടുത്തിരിക്കുന്ന ലോഡുകളൊക്കെ ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോൾട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്രൈവിനെ നമുക്ക് നോർമൽ ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് പാരാമീറ്റേഴ്സ് മാറ്റണം. അപ്പൊ ആ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ റേറ്റിനേക്കാളും കൂടുതലാകുമ്പോഴാണ് നമ്മുടെ ഡ്രൈവ് ഡിറ്റക്ട് ചെയ്യുന്നത് ഓവർലോഡ് ആണ്. അതുപോലെ നമ്മുടെ ഡ്രൈവിനെ അതിൽ മോട്ടറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈവ് ട്രിപ്പ് ആവുന്നത്. ഒരു എറർ നോക്കിയാൽ OH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹീറ്റ്, മോട്ടർ ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ മോട്ടർ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവ് ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ഒരു അലാറം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ OH3 എന്തിനുള്ളതാണ്. അപ്പൊ ഒന്നുകിൽ അറിയാവുന്നവരാണെങ്കിൽ എളുപ്പം മനസ്സിലാവും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ യൂസർ മാനുവൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ OH3 അതിന്റെ കോസസ്, അതായത് കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് മോട്ടോർ ഓവർ ഹീറ്റ് ആയത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ചില മോട്ടറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ വയറിംഗ് ചെയ്യുന്നതിന്റെ അകത്തായിട്ട് തെർമിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, 2 വയർ, ചെറിയ വയർ കാണാൻ പറ്റും. അപ്പൊ അത് നമ്മൾ മോട്ടറിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ബിയറിംഗ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ കൊടുത്തിരിക്കുന്ന ലോഡ് ഓവർലോഡ്, അതുപോലെ ടോർക്കും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഓവർ ടോർക്ക് ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോർ ഹീറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ സഡൻ ഓൺ ഓഫ്, ആക്സലറേഷൻ ഡീസലറേഷൻ ടൈമിംഗ് സെറ്റ്. അപ്പൊ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ VFD പ്രോപ്പറായിട്ട് റൺ ആവുള്ളൂ. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഓഫ് ആവും, നമ്മുടെ മോട്ടോർ ഡാമേജ് ആവും, കുറെ കഴിയുമ്പോൾ നമ്മുടെ VFD ഡാമേജ് ആവും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ആവശ്യത്തിനാണ് നമ്മൾ മോട്ടോർ അല്ലെങ്കിൽ VFD കണക്ട് ചെയ്യുന്നത്, ആ മോട്ടറിന്റെ ലോഡും കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ്, ഹെവി ലോഡാണോ, ആപ്ലിക്കേഷൻ എന്തൊക്കെയാണോ, അതൊക്കെ നമ്മൾ എക്സാക്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മോട്ടോർ പ്രോപ്പറായിട്ട് റൺ ആവത്തുള്ളൂ. അതുപോലെ നമ്മുടെ പ്രോസസ്സ് അല്ലെങ്കിൽ മെഷീൻ കണ്ടിന്യൂസ് ആയിട്ട് റൺ ആവത്തുള്ളൂ. അപ്പൊ ഇതല്ലാണ്ട് ഒരുപാട് ഫോൾട്ട് കോഡുകൾ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഫോൾട്ട് കോഡുകളാണ് നമ്മൾ നോക്കിയത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ എറർ, അതുപോലെ നമ്മൾ HMI ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് HMI കേബിൾ ഡിസ്കണക്ട് ആയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എറർ കാണിക്കും. അങ്ങനെ ഒരുപാട് ഫോൾട്ട് കോഡുകൾ വരുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഫോൾട്ട് കോഡുകളാണ് നമ്മൾ നോക്കിയത്. അതുപോലെ ഡ്രൈവ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് പാരാമീറ്റേഴ്സ് ഒക്കെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. VFD പറ്റി കൂടുതലായിട്ട് അറിയാനും അതുപോലെ എങ്ങനെ വയറിംഗ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്തതായിരിക്കും. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.